നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജു എനിക്ക് വാക്ക് തന്നിട്ട് അവസാന നിമിഷം അവളെ ഏൽപ്പിച്ച ഡ്രസ്സും ധരിച്ചിറങ്ങി വന്നു. അവളുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. സഞ്ജുവിന് വേണ്ടതും അത് തന്നെയാ. അവളുടെ മുന്നിൽ വെച്ച് സഞ്ജു എന്നെ അപമാനിച്ചു. സഞ്ജുവിന്റെ ആരാ അവള്? അവള് പറഞ്ഞ് സഞ്ജുനിപ്പോ അവള് ഭാര്യയായി തോന്നിട്ടുണ്ടാവും. സഞ്ജു അവൾക്കൊപ്പം തന്നെ ജീവിക്കട്ടെ. ഞാൻ ഒഴിഞ്ഞു കൊടുത്തേക്കാം. എന്തിനീ വേഷം കെട്ടി ഞാനിവിടെ കഴിയണം? അയ്യോ, ചേച്ചി എന്തേ കാണിക്കുന്നേ? ചേച്ചി പിണങ്ങി പോവാണോ? എനിക്കൊരു വീടുണ്ട്, പിന്നെ ഞാൻ എന്തിനിവിടെ നിൽക്കണം? ചേച്ചി സങ്കടപ്പെട്ട് പിണങ്ങി പോവാൻ മാത്രം എന്ത് കാര്യം ഇവിടെ ഉണ്ടായത്? ചേച്ചിയല്ലേ പെട്ടെന്ന് കേക്കെടുത്ത് സഞ്ജുവേട്ടന് നേരെ എറിഞ്ഞത്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. ചിലർക്കൊക്കെ അതൊരു അസൗകര്യാവും. എന്നെ സഞ്ജുവേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ അന്നു മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ ചേച്ചിക്ക് എന്നോടുള്ളൊരു അകൽച്ചയും വെറുപ്പും. ഞാൻ എന്ത് ദ്രോഹ ചേച്ചിയോടും ചേച്ചിയുടെ വീട്ടുകാരോടും ചെയ്തത് ഒന്ന് പറഞ്ഞതാ. ചേച്ചി ഒരാളിന്റെ ഭാര്യയല്ലേ? ഒരു ഭാര്യയുടെ വേദന ചേച്ചിക്കും അറിയാവുന്നതല്ലേ? ആ വേദന ആവോളം അറിയാവുന്നവളെ തന്നെയാ ഞാൻ. സഞ്ജുട്ടാ, ചേച്ചിയോട് പോവരുതെന്ന് പറ. സ്വാതി, നീ പോരുത്. നാണമുണ്ടോ എന്നോട് പോകരുതെന്ന് പറയാൻ? സ്വാതി, തൊട്ട് പോകരുതെന്നെ. ഇനിയും എന്നെ മണ്ടിയാക്കാൻ ആർക്കും കഴിയില്ല. മുന്നീന്ന് മാറ്. മാറാനാ പറഞ്ഞത്. സ്വാതി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.